പെട്ടെന്ന് ഹൃദയം നിന്ന പോലത്തെ അവസ്ഥ, ശക്തമായ നെഞ്ചുവേദന, കൈകളും കാലുകളും മരവിച്ച പോലെയുള്ള അവസ്ഥ, ശ്വാസമൊട്ടും എടുക്കാനേ പറ്റാത്ത അവസ്ഥ. ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ? ഇത് പാനിക് അറ്റാക്ക് ആണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് പാനിക് അറ്റാക്ക് അഥവാ ഷോക്കിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. ഈ പാനിക് അറ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ക്ലിനിക്കിൽ വന്ന ഒന്ന് രണ്ട് കേസ്, കുറച്ച് പേരുടെ അനുഭവങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കേസ് പറയുകയാണെങ്കിൽ ഒരു 30 വയസ്സുള്ള നല്ല ഊർജ്ജസ്വലനായിട്ടുള്ള നല്ല ഹെൽത്തി ബോഡി ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കേസാണ്. അവനെ കണ്ടാൽ അവന് പ്രത്യേകിച്ച് ഒരു അസുഖം വരാനുള്ള യാതൊരു സാധ്യതയും, ഒരു കാർഡിയാക് അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യതയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ, അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളായിരുന്നു അവന് പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നെഞ്ചിൽ ഇതേപോലെ ശക്തമായിട്ടുള്ള വേദനയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ വേദന കൈകളിലേക്കും വേദന സ്പ്രെഡ് ചെയ്തു. അതിനോടൊപ്പം തന്നെ അവൻ ശരീരം നന്നായി വിയർത്തു. ഇത് രണ്ടും കൂടി ആയപ്പോൾ അവൻ ഉറപ്പിച്ചു, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇത് ഹാർട്ട് അറ്റാക്ക് തന്നെ, കഴിഞ്ഞു, ഞാൻ മരിച്ചു എന്നുള്ള ആ ഒരൊറ്റ പേടി. അപ്പോൾ തന്നെ എല്ലാവരും കൂടി അവനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ BP വളരെ ഹൈ ആയിരുന്നു. ECG നോക്കിയപ്പോൾ ചെറിയ വേരിയേഷൻ കാണിച്ചു. അവൻ തീരുമാനിച്ചു, കഴിഞ്ഞു, ഇനി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചില്ല. ആ ഒരു പേടിയായിരുന്നു, ആ ഒരു ഷോക്കായിരുന്നു അവൻ പിന്നെ ഒരുപാട് മാസങ്ങളോളം കൊണ്ടു നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി. അവൻ പല ഡോക്ടർമാരെ മാറി കാണിച്ചു. പിറ്റേ ദിവസം നമ്മൾ ഇതേ ECG റിപ്പീറ്റ് ചെയ്തപ്പോൾ ECG നോർമലായിരുന്നു. BP തലേ ദിവസം രാത്രിയിൽ ഉണ്ടായതിനേക്കാൾ BP കുറച്ചുകൂടെ കുറഞ്ഞു വന്നു. BP ഹൈ എന്നായിരുന്നു, എന്നാലും തലേന്ന് 190 ഉണ്ടായിരുന്ന BP ഒരു 150 എത്തി. അതിന് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തു. പല രീതിയിൽ ഡോക്ടേഴ്സിനെ മാറി കാണിച്ചു. എന്ത് ചികിത്സ ചെയ്തിട്ടും ഇവൻ്റെ ഈ പേടി ഒട്ടും മാറുന്നില്ല. അങ്ങനെ പിന്നെ നമ്മളത് എക്കോ എടുത്തു. അവന് കാർഡിയാക് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി. എന്നാലും ഇവനത് വിശ്വസിക്കാൻ വലിയ പ്രയാസമായിരുന്നു. അവൻ്റെ ജീവിതം കഴിഞ്ഞു, അവൻ അറ്റാക്ക് വന്നു എന്ന് തന്നെ ആ ഒരു പേടിയുമായിട്ട് അവൻ മുമ്പോട്ട് പോവുകയായിരുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു കാർഡിയാക് അസുഖമല്ല, ഇത് പാനിക് അറ്റാക്കാണ്. ഇനി രണ്ടാമതൊരു കേസ് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു കേസാണ്. അവർ ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. 2 കുട്ടികളുടെ അമ്മയാണ്. അവർ നോർമലായിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകുന്ന ഒരാളാണ്. അവരുടെ പല്ലിന് ചെറിയൊരു വിടവുണ്ടായിരുന്നു. അപ്പോൾ അവർ ആഗ്രഹിച്ചിട്ടാണ് അവർ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പല്ലിൻ്റെ വിടവെല്ലാം അവർ വെനീറൊക്കെ അപ്ലൈ ചെയ്തിട്ട് അവർ ആ വിടവ് നികത്തി. പിന്നെ അവർക്ക് ചെറിയ പേടികൾ തുടങ്ങി. ഈ പുതിയതായിട്ടിട്ട ഈ വെനീർ ഇവിടെ നാവിലിങ്ങനെ തട്ടുന്നത് കാരണം പിന്നീട് അത് ക്യാൻസറായി മാറുമോ, ചെറിയൊരു പുണ്ണ് വന്നു, പിന്നെ അത് ക്യാൻസറായി മാറുമോ എന്നുള്ള ആ ഒരു അകാരണമായിട്ടുള്ള ഒരു ഭയമായിരുന്നു ഇവർ ഈ പാനിക് അറ്റാക്കിലേക്ക് നയിച്ചത്. പിന്നെ ഇവർക്ക് പെട്ടെന്ന് ശരീരം ആകെ തണുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ മരിക്കാൻ പോകുകയാണെന്നുള്ളൊരു തോന്നലായി. ആ പേടി പിന്നെ ഇവർ സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു. അങ്ങനെ ഒരുപാട് മെഡിസിൻസ് കഴിച്ചു, എന്നിട്ടൊന്നും കുറഞ്ഞില്ല. അങ്ങനെ പിന്നീട് നമ്മളടുത്ത് വന്നു. നിരന്തരമായ കൗൺസിലിങ്ങിലൂടെയും ഹോമിയോപ്പതി മരുന്നുകളിലൂടെയും 1 മാസം കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പാനിക് അറ്റാക്കിൽ നിന്ന് റീക്കവർ ആവാനായിട്ട് സാധിച്ചു. ഈ മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ ഒരു 40 വയസ്സുള്ള ഒരു യങ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ്റെ ഒരു സ്റ്റോറിയാണ്. അവർ എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ടുള്ള, നാട്ടിലുള്ള കൂട്ടായ്മകളിലും എല്ലാത്തിലും നല്ല ഹീറോ ആയിട്ട് ഷൈൻ ചെയ്യുന്ന, എല്ലാവർക്കും എല്ലാ അസുഖങ്ങളിലും ഉപദേശവും വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ഒരാളായിരുന്നു. ഇയാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഓൾട്ടിറ്റ്യൂഡ് ഡിഫറൻസ് കാരണം എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ആ ഒരു ഫീലിങ്സ്, ആ ഒരു പ്രഷർ ഡിഫറൻസിൽ വരുന്ന ഒരു നെഞ്ചെടുപ്പ് പോലെ ആദ്യം ഉണ്ടായി. പിന്നെ ഇയാൾക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ, അയാൾക്ക് ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റാതെ അയാൾ ആകെ സ്റ്റക്കായ പോലെ ഒരവസ്ഥയായി. ഇയാൾ ഉറപ്പിച്ചു, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്. ആ ഒരു ഷോക്ക് പിന്നെ അയാൾക്ക് മാറിയിട്ടില്ല. ഇനി ഇതുപോലെയുള്ള ക്ലോസ്ഡ് റൂംസ് വരുന്ന, ഈ ഫ്ലൈറ്റൊക്കെ പോലെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ്സ്, ക്ലോസ്ഡ് റൂമുകൾ വരുമ്പോൾ ഇയാൾക്ക് ഇത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ തുടങ്ങി. ഇയാൾക്ക് പിന്നീട് എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അയാൾക്ക് മനസ്സിലായി ഇതൊരു കാര്യമായിട്ട് നമ്മുടെ ബോഡിക്ക് പ്രശ്നമൊന്നുമില്ല, ഇതൊരു പാനിക് അറ്റാക്കാന്ന് ഇയാൾ മനസ്സിലാക്കി. എന്നാലും ഇതൊന്നും ഒരു റീക്കവറി ഇയാൾക്ക് പോസിബിൾ ആവുന്നില്ല. അങ്ങനെയാണ് കൗൺസിലിങ്ങിനായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്.
അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് പാനിക് അറ്റാക്കിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഒരു ചെറിയ തലവേദന ആയിരിക്കും. തലവേദന വന്നാൽ തന്നെ ഇവർക്ക് അകാരണമായിട്ടുള്ള ഭയമായിരിക്കും. ഇത് ക്യാൻസർ ആണോ, തലയിൽ സ്ട്രോക്ക് വന്നതാണോ, ബ്രെയിൻ ട്യൂമർ ആണോ, വേറെ വല്ലതെങ്കിലും ആണോ, അങ്ങനെ അതിൻ്റെ എക്സ്ട്രീമായിരിക്കും ഇവർ ചിന്തിക്കുക. അവർ കഴിഞ്ഞു, ലൈഫ് കഴിഞ്ഞു എന്ന് അവരങ്ങ് ഉറപ്പിച്ച് കളയും. രണ്ടാമതായിട്ട് ഈ കാർഡിയാക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം, നെഞ്ചുവേദന ആയിരിക്കാം, ശ്വാസം കിട്ടാത്ത അവസ്ഥ, അതുപോലെ തന്നെ ശരീരം ആകെ തണുക്കുന്ന അവസ്ഥ, കാലുകളൊക്കെ മരവിച്ചു പോയ അവസ്ഥ, നിന്ന സ്ഥലത്ത് നിന്നൊന്ന് അനങ്ങാനോ ഒന്ന് നീങ്ങാനോ കാലെടുത്ത് വെക്കാനോ പറ്റാത്ത ഒരവസ്ഥ, ചിലപ്പോൾ ശരീരം ആകെ കുളിര് വരുന്ന ഒരു തണുത്ത് മരവിച്ചു പോലെയുള്ള അവസ്ഥകൾ, തലകറക്കം, ശ്വാസമുട്ടൽ, നെഞ്ചുവേദന, ഇതൊക്കെ ഇതിനോടനുബന്ധിച്ച് കാണാറുണ്ട്. അതിനോടൊപ്പം തന്നെ തൊണ്ടയിൽ എന്തോ മുട്ടി നിൽക്കുന്ന അവസ്ഥ, തൊണ്ടയിൽ ശ്വാസം കിട്ടാതെ ഇവിടെ എന്തോ തടഞ്ഞു നിൽക്കുന്ന പോലെയുള്ള ഒരവസ്ഥ, ഞാനിപ്പം മരിച്ചു പോകുമെന്ന തോന്നലും അതിനോടൊപ്പം എല്ലാ സിംറ്റംസിൻ്റെ കൂടിയും അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ കേസിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നീണ്ട കാലം നിൽക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം. മേ ബി ചില കേസുകളിൽ ഇപ്പോൾ മൂന്നാമത്തെ ആളെ കേസിലാണെങ്കിൽ അവർക്ക് ബിസിനസ് പ്രഷർ ഉണ്ടായിരുന്നു ഒരുപാട്. ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ ഒരുപാട് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം. ചിലപ്പം ജോലിയിലുണ്ടാവുന്ന സമ്മർദ്ദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ദീർഘകാലമായിട്ട് ഉണ്ടാവുന്ന ഉറക്കക്കുറവായിരിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ ഒരു 30 വയസ്സുള്ള ആളുടെ കേസിലാണെങ്കിൽ അയാൾ പിന്നെ ഒരുപാട് ലേറ്റ് നൈറ്റൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നടന്ന് ഉറക്കക്കുറവും, അതിനോടൊപ്പം തന്നെ രാത്രി 4 മണി വരെയൊക്കെ ഫോണൊക്കെ വാച്ച് ചെയ്ത് വെറുതെ ഉറക്കം കളയുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ ലേറ്റ് നൈറ്റായിട്ട് ഫാസ്റ്റ് ഫുഡും, അന്ന് ആ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് വന്ന ദിവസം അയാൾ ഒരു 12 മണിക്ക് ശേഷമൊക്കെ രാത്രി പുറത്തു പോയി ഫാസ്റ്റ് ഫുഡ് കഴിച്ചു, ഒരുപാട് കോള പോലെ ഡ്രിങ്ക്സൊക്കെ കഴിച്ചു. അതിനുശേഷം അയാൾ കിടന്നുറങ്ങിയ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്നത്. അപ്പോൾ ഇതൊന്നുമല്ലാതെ ഇപ്പോൾ ഒരു സ്ത്രീയുടെ കേസിലാണെങ്കിൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ആ റീസൺ ഇല്ലാതെയും ഇങ്ങനെയുള്ള പാനിക് അറ്റാക്സ് വരാം. അപ്പോൾ ഈ പാനിക് അറ്റാക്സ് ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിലാണ് കാണുന്നത് എന്ന് പറയപ്പെട്ടാലും ഇത് പുരുഷന്മാരിലും ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇനി ഈ പാനിക് അറ്റാക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കതിനെ എങ്ങനെ നിയന്ത്രിക്കാം? ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും, കൗൺസിലിംഗ് നിർബന്ധമായിട്ടും ഇതിന് കൊടുക്കണം. ആദ്യം നമുക്ക് ഇവരെ അഷ്യൂർ ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇതൊരു സൈക്യാട്രിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ ഇവരൊരിക്കലും അത് വിശ്വസിക്കില്ല. ഇത് പതിയെ കൗൺസിലിങ്ങിലൂടെ അവരെ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു അവസ്ഥ അവരെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഷോക്കുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ കൗൺസിലിങ്ങിലൂടെ നമ്മളത് നോർമലിലേക്ക് വരുന്ന ഒരാൾക്ക് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ബ്രീത്തിങ് എക്സസൈസ്, ചെറിയ പ്രാണായാമ പോലെയുള്ള ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ്. നമ്മളിത് പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 4 സെക്കൻഡ് എടുത്തിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, നല്ല കാലും കൈയൊക്കെ റിലാക്സ് ചെയ്തിട്ട് ഒരു പൊസിഷനിൽ ഒരു ഓപ്പൺ എയർ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് തുറന്ന അന്തരീക്ഷത്തിൽ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. എന്നിട്ട് ദീർഘമായിട്ടൊന്ന് ശ്വസിക്കുക. 4 സെക്കൻഡ്സ് എടുത്തിട്ട് നമ്മൾ ശ്വസിക്കുക. എന്നിട്ട് നമ്മളൊരു 4 സെക്കൻഡ്സ് ഈ ശ്വാസം ഒന്ന് പിടിച്ചു നിർത്തുക. എന്നിട്ട് 4 സെക്കൻഡ്സ് എടുത്തിട്ട് നമ്മൾ ഈ ശ്വാസം പുറത്തേക്ക് വിടാം. അതൊരു മൂക്കിലൂടെ എടുക്കാം, മറ്റു മൂക്കിലൂടെ നമ്മൾ ശ്വാസം വിടാനായിട്ടും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇതൊരു 10-30 പ്രാവശ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാനിക്കായിട്ട് വരുന്ന ഈ ആങ്സൈറ്റിയും സങ്കടവും ഈ ഒരു ടെൻഷനും ശ്വാസം കിട്ടാത്ത അവസ്ഥയും മാറി നമുക്ക് നോർമലായിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരവസ്ഥയാണ് 5 വസ്തുക്കൾ കാണുക, 4 വസ്തുക്കൾ സ്പർശിക്കുക, 3 ശബ്ദങ്ങൾ കേൾക്കുക, 2 സ്മെല്ല് അഥവാ മണങ്ങൾ നമ്മൾ സ്മെല്ല് ചെയ്യുക, ഒരു രുചി നമ്മൾ അറിയുക. ഈ ഒരു കൗണ്ട് ചെയ്ത് നമ്മളത് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു മൈൻഡ് ഇതിൽ നിന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ നോർമലായിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഈ ഒരു സ്റ്റേജൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് പിന്നെ ഇതുപോലെ ടെൻഷൻ വരുന്ന അവസ്ഥയിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇങ്ങനെ ഒരു അറ്റാക്ക് വരികയാണെന്ന് തോന്നുമ്പോൾ തന്നെ ഒരു പേടി ഉത്കണ്ഠ വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് പോയി തണുത്ത വെള്ളം കൊണ്ടൊന്ന് മുഖം കഴുകി ഒന്ന് റിലാക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ശക്തമായിട്ട് ചുമക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ശക്തമായിട്ട് ചുമക്കുമ്പോൾ നമ്മുടെ വാഗസ് നെർവ് സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ അപകടകരമായ ഒരു അവസ്ഥയെ നമുക്ക് തരണം ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ ഇവർ ഭക്ഷണത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള, കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവർ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവ ഏതിലാണുള്ളതെന്ന് ചോദിച്ചാൽ പഴങ്ങളിലും പച്ചക്കറികളും ഇവ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും ഇവർ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
പിന്നെ ഇതുപോലെ തന്നെ ഈ ഉറക്കക്കുറവ് എന്തായാലും പരിഹരിക്കുക. കറക്റ്റായിട്ടുള്ള ഒരു സ്ലീപ്പ് ഹാബിറ്റ്, ഒരു 10 to 6 എന്നുള്ള ഒരു സ്ലീപ്പ് ഹാബിറ്റ്, ഒരു കറക്റ്റായിട്ട് 7 to 8 മണിക്കൂർ നിർബന്ധമായിട്ടും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്ക്രീൻ ടൈം രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേലും നമ്മൾ ഈ ഫോണിലേക്ക് നോക്കാതിരിക്കാനായിട്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്കറിയാം നമ്മളുടെ എന്താണോ ഈ ട്രിഗറായിട്ട് ഉണ്ടാവുന്ന പേടിപ്പെടുത്തുന്ന ന്യൂസ്, TV ചാനലുകൾ, അങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയയുടെയും ഇങ്ങനത്തെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ന്യൂസ് കേൾക്കാതിരിക്കുക. എന്താണോ ട്രിഗർ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇവർ ചെയ്യുന്നത് നമ്മളുടെ കഫീൻ അടങ്ങിയിട്ടുള്ള കോഫി, അതുപോലെ കോള, അതുപോലെ ചില അലർജിയുടെ മെഡിസിൻസും കഫീൻ അടങ്ങിയതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. അതുപോലെ തന്നെ കഫീൻ അടങ്ങിയിട്ടുള്ള കോഫിയൊക്കെ പരമാവധി നമ്മൾ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഹോമിയോപ്പതി ചികിത്സ കൂടി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വന്ന ഒരു ലേഡിയുടെ കേസാണെങ്കിൽ അവർ ഒരുപാട് സൈക്യാട്രിസ്റ്റിനെ കണ്ടു, അവർക്ക് ഒട്ടും മാറ്റം ഉണ്ടായില്ല. അവർ മരുന്നുകൾ കഴിച്ചു, മാറ്റം ഉണ്ടായില്ല. അങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു റെഫറൽ ഡോക്ടർ എന്ന രീതിയിലായിരുന്നു നമ്മളുടെ അടുത്ത് വന്നത്. അപ്പോൾ 1 മാസം കൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കൗൺസിലിങ്ങും ഹോമിയോപ്പതി മെഡിസിനിലൂടെയും നമുക്ക് അവരെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു പേടിയോ ഇതുപോലെയുള്ള സൈക്യാട്രിക് ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.